ഇൻകം ടാക്സ് പാൻ അതോ പെർമനൻ്റ് അക്കൗണ്ട് നമ്പർ അടിമുടി ചേഞ്ചസ് വരികയാണ്. പുതിയ സ്കീംസ് കഴിഞ്ഞ ദിവസം സെൻട്രൽ ഗവൺമെൻറ് അനൗൺസ് ചെയ്തു. ഇത് പ്രകാരം പാൻ 2.0 ഇത് പ്രകാരം പഴയ കാർഡുകളെല്ലാം തന്നെ റീപ്ലേസ് ചെയ്യുകയാണ്. പഴയ കാർഡിലെ നമ്പറുകൾ മാറുന്നില്ല, സെയിം നമ്പർ തന്നെ വെച്ചിട്ട് നമ്മൾ പുതിയ ഡിജിറ്റൽ കാർഡുകൾ ലഭിക്കും. അത് ഫ്രീ ആയിട്ട് തന്നെ ലഭിക്കും. അതുപോലെ തന്നെ ഇനി പുതിയ ആപ്ലിക്കേഷൻ കൊടുക്കുന്നു അങ്ങനെയാണ്, പേപ്പർലെസ് ആപ്ലിക്കേഷൻസ് ആയിരിക്കും. അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ മാത്രമേ സ്വീകരിക്കുകയുള്ളൂ. അത് കാർഡ് കിട്ടുന്നതും ഡിജിറ്റലായിരിക്കും, അത് ഫ്രീ ആണ്. പക്ഷേ പ്രിൻറ്റഡ് കാർഡ് ലഭിക്കണമെങ്കിൽ മാത്രമേ പൈസ അടയ്ക്കേണ്ട ആവശ്യമുള്ളൂ. ഇതെന്തിനാണ് എന്ന് ചോദിച്ചാൽ സെക്യൂരിറ്റി ആസ്പെക്റ്റാണ്. ഇപ്പോൾ നമ്മൾ പാൻ കാർഡുകൾ പലരും മിസ്യൂസ് ചെയ്യാറുണ്ട്, റീപ്ലേസ് ചെയ്യാറുണ്ട്, ചിലർക്ക് ഡ്യൂപ്ലിക്കേറ്റ് കാർഡുണ്ട്. ഇതെല്ലാം മാറ്റാൻ വേണ്ടിയാണ് ഈ പുതിയ സ്കീം വന്നിരിക്കുന്നത്. ഈ QR കാർഡ് നോക്കി കഴിഞ്ഞാൽ ആരൊക്കെ യൂസ് ചെയ്തു, എന്തിനൊക്കെ ഉപയോഗിച്ചു, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. പിന്നെ അതുപോലെ തന്നെ ഇതൊരു കോമൺ ഐഡൻറ്റിഫയർ നമ്പറായിട്ടും ബിസിനസ്സുകാർക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇതുവരെ നിലവിലുണ്ടായിരുന്ന 3 പോർട്ടലുകളായിരുന്നു ഇൻകം ടാക്സ് ഉണ്ടായിരുന്നത്, പാനും ഈ ടാനും ഒക്കെ ആയിട്ട്. ഇനിയിപ്പോൾ അതെല്ലാം കൂടി യൂണിഫൈഡ് ഒറ്റ പോർട്ടലിലേക്ക് ആവുകയാണ്. അപ്പോൾ സർവീസുകൾ കുറച്ചുകൂടി ബെറ്റർ ആകും.